വീട്ടിൽ കയറിയും റോഡിൽ വെച്ചും നിഷ്ഠൂരമായി നിങ്ങൾ കൊലപ്പെടുത്തിയപ്പോ അവിടെയും ആദ്യം നിങ്ങൾ വെല്ലുവിളി ഉയർത്തിയിരുന്നു. പക്ഷേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പച്ചക്കുതിരികൾ നടിക്കാൻ തുടങ്ങിയപ്പോൾ പാണ്ടിക്കടവത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ കാല് പിടിക്കേണ്ട ഗതികേട് നായനാർക്കെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമുണ്ടാക്കാൻ കുഞ്ഞാലിക്കുട്ടി മുൻകൈയെടുക്കണം. നാദാപുരത്ത് സമാധാനമുണ്ടാകണം. എപ്പോഴാ പറഞ്ഞെന്നറിയോ? തിരിച്ചങ്ങോട്ട് വെട്ടാൻ തുടങ്ങിയപ്പോ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾ ആ രാഷ്ട്രീയം അവസാനിപ്പിക്കും. ഇത് 950 രാഷ്ട്രീയമല്ല, ഇത് 2011 അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരികൾ നാട് ഒരുപാട് മുന്നോട്ട് പോയി. നിങ്ങളൊന്നും കണക്റ്റിയിലെ തവളകളെ പോലെ അവിടെ അങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. നിങ്ങളൊന്ന് ഉയർന്ന് ചിന്തിക്ക്. നമ്മുടെ രാജ്യം അമേരിക്കയോട് കടപിടിക്കുന്ന തരത്തിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്ത്യക്കാരിൽ നിങ്ങളും പെടുമല്ലോ. അപ്പൊ കുറച്ചൊക്കെ സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കാൻ പഠിക്കും, കുറച്ചൊക്കെ മാന്യമായിട്ട് രാഷ്ട്രീയം പറയാൻ പഠിക്കും. നിങ്ങൾ എല്ലാ കാലത്തും ഈ തേവിടിച്ചുകളെയും ഗുണ്ടകളെയും കൊണ്ട് ലീഗിനെ ആക്രമിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എതിർപ്പ് പുത്തരിയല്ല. 948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ നാൾ മുതൽ എതിർപ്പും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എതിർപ്പ് ലീഗിന് പുത്തരിയല്ല. മുസ്ലിം ലീഗിനെ തകർക്കാൻ, മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ, ലീഗിനെ ഇല്ലായ്മ ചെയ്യാൻ അന്ന് മുതലേ പല ആളുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ 2018 നിൽക്കുമ്പോ ലീഗ് ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. 948 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ AKG ആയിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രാജ്യത്തൊരു പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അന്നാരും ചിന്തിച്ചിരുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രാജ്യത്തൊരു കോർപ്പറേഷൻ കൗൺസിലറെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അന്നാരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ 2011 നിൽക്കുമ്പോ ലീഗ് പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കി, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സൃഷ്ടിച്ചു. ലീഗ് കൗൺസിലർമാരെ ഉണ്ടാക്കി, മുനിസിപ്പൽ ചെയർമാൻമാരെ സൃഷ്ടിച്ചു. ലീഗ് MLA-മാരെ ഉണ്ടാക്കി, ലീഗ് മന്ത്രിമാരെ സൃഷ്ടിച്ചു. എന്തിനധികം ഒരു വേള മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ചു. ഇന്ന് നിങ്ങൾക്കറിയോ, നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് വിളിക്കാൻ തുടങ്ങിയതാണ് ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറും. നിങ്ങൾ വിളിച്ചു അല്ലേ? ചെങ്കോട്ടയിൽ 2011 നിൽക്കുമ്പോഴും ചെങ്കൊടി പാറിയിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക ചെങ്കോട്ടയിൽ നിന്ന് പാറിക്കളിക്കുകയാണ്. ഈ കണ്ണൂരിന്റെ മാണിക്കക്കല്ല് അഹമ്മദ് സാഹിബ് ഡൽഹിയിൽ വിദേശകാര്യ സഹമന്ത്രിയുടെ കസേരയിലാണ്. അറിയോ നിങ്ങൾക്ക്? ലീഗ് വളർന്നു കഴിഞ്ഞു, ലീഗ് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. TK ഹംസ മഞ്ചേരിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, IMN എന്താണ് ഡൽഹിയിൽ പണിയുന്നു. അഹമ്മദ് സാഹിബ് അറബ് ലീഗിന്റെ ഉച്ചകോടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ യാസർ അറഫാത്തിന്റെ ഫോട്ടോ വെച്ച് കണ്ണൂരിലും മലപ്പുറത്തും മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോ യാസർ അറഫാത്ത് എന്ന രാജ്യമില്ലാത്ത രാജകുമാരനെ ഇസ്രായേൽ ഗാസയിലെ രാമല്ലയിലെ ഇരുണ്ടപുരിയിൽ ബന്ധസ്ഥനാക്കിയപ്പോ ലോകത്തിലൊരു രാജാവ് മുമ്പോട്ട് കടന്നു ചെന്നില്ല. ഫഹദ് രാജാവ് കടന്നു ചെന്നില്ല, കുവൈത്തിന്റെ അമീർ കടന്നു ചെന്നില്ല. അതേപോലെ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു തലവന്മാരും യാസർ അറഫാത്തിനെ കാണാൻ ഭയം കൊണ്ട് കടന്നു ചെന്നില്ല. എന്താ പോകാത്തതിന്റെ കാരണം, അവിടേക്ക് കടന്നു ചെന്നാൽ ഒരുപക്ഷേ ഇസ്രായേലിന്റെ പാറ്റൻ ടാങ്കിൽ ഒരു മിസൈൽ അല്ലെങ്കിൽ മെഷീൻ ഗണ്ണിൽ നിന്നൊരു ഉണ്ട അവർക്ക് നേരെ വരും. ആരും കടന്നു ചെന്നില്ല. പക്ഷേ അഹമ്മദ് സാഹിബ് ഉണ്ടല്ലോ, ധീരനായ അഹമ്മദ് അങ്ങോട്ട് കടന്നു ചെന്നു. ഇസ്രായേലിന്റെ പട്ടാളത്തെ വകവയ്ക്കാതെ ഗാസയിലെ റാമല്ലയിലെ ഇരുണ്ടപുരിയിൽ ഇസ്രായേൽ ബന്ധസ്ഥനാക്കിയ യാസർ അറഫാത്തിനെ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിന്തുണ അറഫാത്ത് നിങ്ങളുടെ കൂടെയുണ്ട്. അതാണ് ലീഗ്. ആൺകുട്ടികളുടെ പാർട്ടിയാണ്, ആൺകുട്ടികളുടെ പാർട്ടിയാണ്. നിങ്ങൾ പേടിപ്പിക്കരുത്, നിങ്ങൾ ബേജാറാക്കരുത്. നിങ്ങൾക്ക് ബേജാറുണ്ടാവൂടോ? എന്താ കാര്യം? ഈ രാജ്യത്ത് ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം ഇത്ര ദയനീയമായ പരാജയം ഇടതുപക്ഷത്തിനും CPM-നും ഉണ്ടായിട്ടുണ്ടോ? ഇത്ര ദയനീയമായ പരാജയം ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം കേരളക്കരയിൽ ഇത്രയേറെ ദയനീയമായ പരാജയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? 2005 തെരഞ്ഞെടുപ്പിൽ 708 പഞ്ചായത്ത് നിങ്ങളാ കേരളത്തിൽ ഭരിച്ചത്. 708 പഞ്ചായത്ത്. ഇപ്പോഴത് 386, നേരെ പകുതി. ഞങ്ങളോ 271 നിന്ന് 576 കുതിച്ചുയർന്നു. അറിയോ? കേരളക്കരയിൽ 5 മുനിസിപ്പാലിറ്റികൾ, ചരിത്രത്തിൽ ഇന്ന് വരെ UDF-ന് തൊടാൻ കഴിയാത്ത 5 മുനിസിപ്പാലിറ്റികൾ ഇന്ന് ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ധാരാളികളാണ്. 5 മുനിസിപ്പാലിറ്റികൾ. കോർപ്പറേഷനുകൾ 2 നിങ്ങൾക്ക് കിട്ടിയത് ചില്ലറ വോട്ടിനാണ്. 2 കോർപ്പറേഷൻ നിങ്ങൾക്ക് ലഭിച്ചത് ചില്ലറ വോട്ടിന്. എന്റെ കോഴിക്കോട് കോർപ്പറേഷൻ കേവലം 200-ൽ താഴെ വോട്ടിന് മാത്രം നിങ്ങൾ ജയിച്ചു.
200 താഴെ വോട്ടിന് മാത്രമല്ല ഈ കേരളക്കരയിൽ 59 പഞ്ചായത്ത് എതിരില്ലാതെ ഐക്യ ജനാധിപത്യം വേണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുക. 59 പഞ്ചായത്ത്, അതിൽ 2 നിങ്ങളുടെ കണ്ണൂര്, മാട്ടൂലും വളപട്ടണവും എതിരില്ലാതെ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ 47 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അല്ലെ, കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം നിന്ന് പിൻവലിപ്പിച്ച് നിങ്ങൾ നേടി. ഇതങ്ങനെ നേടിയതല്ല, ഇത് ജനാധിപത്യത്തിന്റെ ഘോതയിൽ അടരാടി വിജയിച്ച പഞ്ചായത്തുകളാണ് 59. 100 പഞ്ചായത്തിൽ 2-ൽ കൂടുതൽ ആളുകൾ നിങ്ങൾക്കില്ല. കേരളത്തിന്റെ ചിത്രം ഞാൻ പറയുന്നത് ഇപ്പോൾ ദയനീയമായ പരാജയം. മാത്രമല്ല, ഇവർ ആദിവാസികളെ കൂടെ കൂട്ടാൻ നോക്കി. ഒരു പഞ്ചായത്ത് ഉണ്ടാക്കി എറണാകുളത്ത് എടമലക്കുടി. ആ പഞ്ചായത്തിലേക്ക് ആളുകളെ വോട്ട് ചെയ്യാൻ കൊണ്ടത് പാർട്ടിന്റെ ബസ്സിൽ പാർട്ടിക്കാരന്മാരുടെ അകമ്പടിയോടെ ആദിവാസികൾക്ക് വിവരം വെച്ചു. ഇവർ കൊണ്ടുപോയി പഞ്ചായത്ത് ഉണ്ടാക്കി വെട്ടിമുറിച്ച് ആദിവാസികൾക്ക് വോട്ട് ചേർത്തി ഇവർ തന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ടും ആ ആദിവാസികൾ മാരക ചിഹ്നത്തിന് വോട്ട് ചെയ്തില്ല. ആ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യം എനിക്ക് കിട്ടി. അറിയോ, കേരളക്കരയിൽ ദയനീയമായ പരാജയം CPM-ന്. നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും. നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ദയനീയമായ പരാജയം. അത് തന്നെ നിങ്ങൾ ആരൊക്കെ കൂട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കാണ് ജയിച്ചത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, മുസ്ലിങ്ങൾ വർഗീയവാദികൾ അല്ലെ, മാപ്പിളാരി ബിരിയാണിന്റെ ആളുകൾ അല്ലെ. നിങ്ങൾ പറയുന്നതാ ഈ വർഗീയവാദികളായ മുസ്ലിങ്ങളെയൊക്കെ കൂട്ടിയത് നിങ്ങളല്ലേ കൂട്ടിയത്? ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയെ ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയാക്കിയത് ആരാ? ഞങ്ങളാണോ? ഞങ്ങളല്ല സഖ്യകക്ഷിയാക്കിയത്, നിങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ ജനാബ് ടി ആരിഫ് അലി സാഹിബിന്റെ നാട് വാഴക്കാട് പഞ്ചായത്തിലെ മുണ്ടുമൊഴി ഒന്ന് അന്വേഷിക്കണം. മാട്ടൂരിലെ സഖാക്കൾ കോഴിക്കോട് മലപ്പുറത്തും പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ പിണറായി വിജയൻ പറഞ്ഞല്ലോ, ആഗോള വർഗീയവാദികൾ, മൗലാന മൗദൂദിയുടെ അനുയായികൾ, രാജ്യത്ത് വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവർ, രാജ്യത്ത് മതത്തിന്റെ ഭരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ ഈ ആരിഫ് അലി സാഹിബിന്റെ വാർഡായ മുണ്ടുമൊഴിയിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് കേവലം 5 വോട്ട്. അസാധുവും നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു. അസാധു പറയാണ് ഞാനാണ് എന്നെ കട്ടി വലുത്. അസാധു വരെ മുന്നിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുക അല്ലേ? SDPI കേരളത്തിൽ ജയിച്ചത് 12 വാർഡിൽ. ആ 12 വാർഡിലും 3-ാം സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്തിനധികം ദൂരേക്ക് പോകണം? നിങ്ങളുടെ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ കസനകോട്ട സൗത്ത് ഒന്ന് പോയിട്ട് അന്വേഷിക്കും. മാർക്സിസ്റ്റുകാരാ ആരാ ജയിച്ചത്? SDPI കാരൻ. ആരാണ് 2-ാം സ്ഥാനത്ത്? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. ജയിച്ചപ്പോ SDPI കാരൻ ജയിച്ചപ്പോ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ശംസീന പറഞ്ഞു, എന്നെ പരാജയപ്പെടുത്തിയത് പാർട്ടിയാണ് അല്ലേ?